ശ്രീ സലീം മടവൂർ, അതായത് ഈ ചർച്ചയുടെ ആദ്യ അരമണിക്കൂറിൽ അങ്ങയിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല, അതിൽ ക്ഷമ ചോദിക്കുന്നു. കാരണം ശ്രീജിത്ത് പണിക്കർക്ക് നേരത്തെ പോകേണ്ടതുള്ളതിനാൽ 3-4 ചോദ്യങ്ങൾ തുടരെ ചോദിക്കേണ്ടി വന്നതുകൊണ്ടാണ്. ശ്രീ സലീം മടവൂർ, ഈ 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി എന്താണെന്ന് വിഴിഞ്ഞം തുറമുഖം ലോകത്തിന് കാട്ടിക്കൊടുത്തു എന്നാണ് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി VN വാസവൻ പറഞ്ഞത്. അങ്ങനെ അതും സാധ്യമായിരിക്കുന്നു എന്നാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. ഈ നിരവധി പ്രതിസന്ധികൾ നേരിട്ടു വിഴിഞ്ഞം. അത് കരിങ്കൽ പ്രതിസന്ധി ആയിക്കോട്ടെ, ഓഖി ആയിക്കോട്ടെ, കോവിഡ് ആയിക്കോട്ടെ, പിന്നീട് നേരിടേണ്ടി വന്ന വിവിധ പ്രക്ഷോഭങ്ങളായിക്കോട്ടെ ഒക്കെയുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ച് ഞങ്ങൾ മാത്രമാണ് ഇത് ചെയ്തത് എന്ന് എന്തിന് ഉറക്കെ പറയണം? ഇതൊരു രാഷ്ട്രീയ ചോദ്യമായി മാത്രം കാണരുത് എന്ന അപേക്ഷ. അല്ല, ഇത് ആരും ഒറ്റക്ക് ചെയ്ത ഒരു സംരംഭമല്ല. പക്ഷെ അതിന് എല്ലാ ഘടകങ്ങളെയും, അതായത് കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം, ഇതിന് മുന്നേ കേരളം ഭരിച്ച സർക്കാരുകളുടെ സഹായം വേണം, പ്രാദേശിക ഭരണകൂടങ്ങൾ, ഓരോ ജില്ലയിലെയും ഭരണകൂടങ്ങൾ, അങ്ങനെ വിവിധ ഏജൻസികളുടെ ഏകോപനത്തിലൂടെയാണ് വിഴിഞ്ഞം തുറമുഖം എത്രയും പെട്ടെന്ന് സാധ്യമായത്. അതിനെല്ലാ ഘടകങ്ങളുടെയും പിന്തുണയുണ്ട്. പക്ഷേ ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായിക്കൊണ്ട് ഇത് പൂർത്തീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയും സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളും വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിനാവശ്യമായ പാറ, അതേപോലെ തന്നെ മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായി ലഭ്യമാക്കിക്കൊണ്ട് എല്ലാ സാങ്കേതിക നൂലാമാലകളും ഒഴിവാക്കിക്കൊണ്ട് ലഭ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് വളരെ നല്ല പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു സർക്കാരിന്റെ ഒരു വിലയിരുത്തല്, ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ അദ്ദേഹത്തിന് ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊന്നും നിഷേധിക്കുന്നില്ല, വ്യക്തിപരമായി നിഷേധിക്കും. പക്ഷേ അദ്ദേഹത്തിന് പോലും നമുക്ക് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളിൽ താല്പര്യങ്ങളിൽ ഒന്നും നമ്മൾ കുറച്ച് കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നാഷണൽ ഹൈവേ ആയി, ഇവിടെ വിഴിഞ്ഞം തുറമുഖമായി, ഇതൊക്കെ പ്രായോഗിക, അതേപോലെ നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈനായി, ഇതൊക്കെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു ഭരണപരമായ ഒരു ചങ്കൂറ്റം, അത് നടപ്പിലാക്കും, എന്ത് വന്നാലും നടപ്പിലാക്കും. തന്നെയുമല്ല, ഇതിനെയൊക്കെ ഇടങ്കോലിടുന്ന ആളുകൾ, എതിർക്കുന്ന ആളുകൾക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് വില കൊടുത്തും ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് അത്തരം സമരങ്ങളോ അല്ലെങ്കിൽ അത്തരം തടസ്സപ്പെടുത്തലുകളോ ഒക്കെ തന്നെ ഒരു പരിധി വരെ ഇല്ലാതായത് ഗവൺമെന്റിനെ കുറിച്ചൊരു മുൻധാരണ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ ഏജൻസി, എല്ലാ സംവിധാനങ്ങളെയും, പ്രാദേശികമായി MLA ഉണ്ട്, MP ഉണ്ട്, അപ്പൊ അവരൊക്കെ തന്നെ എല്ലാവരും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ടാവാം, കുറച്ചും കൂടിയും കുറഞ്ഞും. പക്ഷെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഈ സംവിധാനങ്ങളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായി അത് പൂർത്തീകരിച്ചു. തന്നെയല്ല, ഈ പുതിയ മദർ പോർട്ട് അവിടെ വരുന്നതോടുകൂടി നമ്മുടെ ഈ ചരക്ക് നീക്കത്തിന് കുറച്ചുകൂടെ സുഗമമായ ചരക്ക് നീക്കത്തിന് നമ്മുടെ ദേശീയപാത 6 വരിയായിട്ട് അതും പൂർത്തീകരിച്ചു വരുന്നു. അപ്പൊ അവിടെ ചോദിക്കും സംസ്ഥാനത്തിന് എന്താ പങ്കെന്ന്. അതിന്റെ 25% പണം, ഏതാണ്ട് 6000 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുകയും, തന്നെയുമല്ല ഭൂ ഉടമകൾ, അതായത് ഹൈവേയുടെ ഇരുവശത്തുമുള്ള ഭൂ ഉടമകൾ ഭൂമി ഏറ്റെടുക്കലിനെതിരെ സമരം ചെയ്തപ്പോൾ അത് കണ്ട് പകച്ചു നിന്ന ചരിത്രമാണ് മുമ്പുണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ മാറ്റിക്കൊണ്ട് ആളുകൾ എന്റെ ഭൂമി കൂടെ എടുക്കണമെന്ന് പറയുന്ന രൂപത്തിൽ കൃത്യമായി പണം കൊടുക്കുകയും അതിന് നല്ല നല്ല ഉയർന്ന മൂല്യം അതിന് കണക്കാക്കിക്കൊണ്ട് കൃത്യസമയത്ത് പണം കൊടുത്തു തുടങ്ങിയപ്പോൾ ഓരോരുത്തരും എന്റെ ഭൂമി കൂടെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അധികൃതരെ സമീപിക്കുന്ന രൂപത്തിലാണ് പിന്നെ കാര്യങ്ങളുണ്ട്. അങ്ങനെ നാഷണൽ ഹൈവേയുടെ പണി തീരുകയാണ്. 2-3 വർഷം കൊണ്ട് ആ പണിയും തീരും. സംസ്ഥാനത്ത് സുഗമമായി ചരക്ക് ഗതാഗതം, അതേപോലെ തന്നെ പാലക്കാട്ടേക്കുള്ള പുതിയൊരു ഹൈവേ വരുന്നു. അങ്ങനെ എല്ലാം കൂടെ വരുന്ന സമയത്ത് ഇപ്പോൾ 6 വരി പാത പാലക്കാട് ഒരു ഭാഗത്ത്, അതേപോലെ കോഴിക്കോട് നിന്ന് മറ്റൊരു പാത വരും. ഇതൊക്കെ വരുമ്പോൾ സംസ്ഥാനത്തെ ചരക്ക് നീക്കത്തിന് കുറച്ചുകൂടെ വളരെ സൗകര്യങ്ങൾ ഉണ്ടാവും. സംസ്ഥാന ഗവൺമെന്റ് അക്കാര്യത്തിൽ വളരെ നന്നായിട്ട് ഇടപെടുന്നു. ഇവിടെ ഈ നല്ല കാര്യങ്ങൾ ചെയ്തവരെ നമ്മൾ അഭിനന്ദിക്കല്ലേ വേണ്ടത്. സംസ്ഥാന ഗവൺമെന്റ് ഇതൊക്കെ ചെയ്തു. മൂന്നാമത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വരുന്നതോടുകൂടി 2028 തന്നെ സമ്പൂർണമായി വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോ നമ്മുടെ സംസ്ഥാനത്തെ ഒരു പൊതു ധാരണ വന്നിരിക്കുന്നത്. അപ്പൊ 17 വർഷം, 2040 തീരേണ്ടത് 17 വർഷം മുമ്പ് തന്നെ അത് പൂർത്തീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു വികസന സംസ്കാരം, നേരത്തെ ഇവിടെ ശ്രീജിത്ത് പണിക്കരൊക്കെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ ശരി ഞാൻ